എനിക്കൊരു 10 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്. അപ്പോൾ അന്നേരം മുതൽ എനിക്ക് സൈക്കിൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ എൻ്റെ ഡാഡിയോട് പറഞ്ഞു, മമ്മിയോട് പറഞ്ഞു, ഒരു രക്ഷയില്ല. ഡാഡി പറഞ്ഞു നിൽക്കട്ടെ, മേടിച്ച് തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെയും ഞാൻ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, ഒരു രക്ഷയില്ല. അപ്പോഴാണ് എനിക്കൊരു വളഞ്ഞ ബുദ്ധി തോന്നിയത്. അതായത് എൻ്റെ ഫാദറിൻ്റെ ഫാദർ നേരത്തെ മരിച്ചു പോയതായതുകൊണ്ട് എൻ്റെ ഫാദറിൻ്റെ മൂത്ത സിസ്റ്റേഴ്സാണ് കുറേ കാലം ഡാഡിയെ നോക്കിയതൊക്കെ അവരാണ്. അപ്പം ഞാൻ ചെയ്തൊരു വളഞ്ഞ ബുദ്ധി എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഫാദറിൻ്റെ മൂത്ത സിസ്റ്ററിനോട് പറഞ്ഞു എങ്ങനെയാലും എനിക്കൊരു സൈക്കിൾ വേണം, ഡാഡിയോട് ഒന്ന് പറയണമെന്ന്. അപ്പം പുള്ളിക്കാർ പറഞ്ഞു ഞാൻ എഴുത്തെഴുതാമെന്ന് പറഞ്ഞ് എഴുത്തെഴുതി. അപ്പോൾ ആ എഴുത്ത് കിട്ടി. അതിന് മറുപടിയായിട്ട് അന്ന് ഫോണും ഇമെയിലും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കാത്തിരിക്കണം, നോക്കിയിരിക്കണം. എഴുത്ത് വന്നു, അതിൻ്റെ കൂടെ ഒരു ചെക്കും വന്നു. അപ്പോൾ അതിൽ എഴുതി നിനക്ക് ഏറ്റവും നല്ല സൈക്കിൾ തന്നെ അവന് മേടിക്കുക, BSA SLR ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് പോയി മേടിക്കാനായിട്ട് അതിൻ്റെ വിലയും ഇട്ടിട്ടുണ്ട്, ആ ചെക്കും തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഡാഡി എഴുതിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നീ എന്തിനാ അമ്മാമ്മയോട് അത് പറയേണ്ട കാര്യം എന്തുമായിരുന്നു, എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ നിനക്കത് മേടിച്ച് തരാഞ്ഞെന്ന് പറഞ്ഞാൽ നീ എനിക്കൊരു മോനേ ഉള്ളൂ. നിനക്ക് ഒരു അപകടം ഉണ്ടാകണ്ട, നീ കുറച്ചുകൂടെ ഒന്ന് വളർന്നോട്ടെ, കുറച്ചുകൂടെ ഒന്ന് ഉത്തരവാദിത്വമൊക്കെ ഒരു എടുത്തയാട്ടമൊന്നും ഇല്ലാതെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ആകുമ്പോഴത്തെ ഞാനത് മേടിച്ചു തരുമായിരുന്നു. ഏറ്റവും നല്ലത് ഞാൻ തന്നെ മേടിച്ചു തരുമായിരുന്നു. നിനക്കൊരു അപകടം ഉണ്ടാകണ്ട എന്ന് വെച്ചല്ലേ ഞാനത് മേടിക്കാതിരുന്നത്. അപ്പം അത് പിന്നെ 2, നീ എന്തിനാ എൻ്റെ അടുത്ത് തന്നെ നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പം ഇതെന്നെ പിന്നീട് ഒത്തിരി എൻ്റെ ഹൃദയത്തിൽ അത് അന്ന് തട്ടുകയും ചെയ്തു. പിന്നീട് എനിക്ക് ഒത്തിരി അത് സെയിം എക്സ്പീരിയൻസ് കൂടെ ഞാൻ തന്നെ പോയിട്ടുണ്ട്. അതായത് എനിക്ക് മക്കളുണ്ടായപ്പോഴാണേലും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ അന്ന് ഡാഡി ഇങ്ങനെ ആയിരിക്കുമല്ലോ. പിള്ളേർക്ക് നമ്മളൊരു കാര്യം ചെയ്ത് കൊടുക്കാതിരിക്കുമ്പോൾ അവർ നമ്മുടെ ആ ഹൃദയം അവർ മനസ്സിലാക്കിയെന്ന് വരത്തില്ല. അവർക്ക് നന്മ ഉണ്ടാകാനാണ് നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നതെന്നുള്ളതും അവർക്ക് വേണ്ടത് ഏറ്റവും നല്ലത് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുള്ളതും ചിലപ്പം കുഞ്ഞുങ്ങൾ അറിയുന്നില്ല. അതൊരു അപ്പൻ്റെ ഹൃദയമാണ്. അവർ പുറമേ കാണിക്കത്തുമില്ല. പിന്നീട് ദൈവമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും ഇത് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഒരു നന്മയും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം കുറവ് വരുത്തത്തില്ല. ഏറ്റവും നല്ലതായിട്ട് നമുക്ക് തരുള്ളൂ. ചില കാര്യങ്ങൾ നമുക്ക് ഡിലേ വരുത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ ശരിയാകാഞ്ഞിട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു മരമാണെങ്കിൽ നമുക്ക് താഴോട്ട് വേരുകൾ ഇറങ്ങാതെ നമുക്ക് ഒത്തിരി ഫലങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് താഴെ പോകും, ആ മരം താഴെ പോകും. അപ്പോൾ അത് വേരുണ്ടാകാനായിട്ടുള്ളൊരു സമയം, നമ്മൾ ഒന്നുകൂടെ മെച്ചുവർ ആകാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് വിഷൻ തന്നിട്ടുണ്ട്, നമുക്ക് ആഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആ ആഗ്രഹങ്ങളിൽ സംഭവിക്കാൻ കാലതാമസം എടുക്കുന്നതെന്ന് പറയുന്നത് നമ്മളെ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്കത് നോ എന്നല്ല അതിൻ്റെ ആൻസർ. ഇറ്റ്സ് ജസ്റ്റ് ടെമ്പററി ഡിലേ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ദൈവം എപ്പോഴും തരുള്ളൂ. അത് ഏറ്റവും നല്ലതും നമുക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളെ തരത്തുള്ളൂ. പക്ഷെ ചില സമയത്ത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് പലപ്പോഴും അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിയും, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ആ ട്രസ്റ്റ് ദൈവത്തിൽ നിന്ന് മാറിയിട്ട് കാശിലോട്ടോ അല്ലെങ്കിൽ കാശിൻ്റെ സോഴ്സ്, അതിപ്പോൾ നല്ല ജോലിയാണെങ്കിൽ പിന്നെ ജോലിയോ അല്ലെങ്കിൽ കാശോ നമ്മുടെ ദൈവമായിട്ട് മാറുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ ശരിക്കും നമ്മൾ പിതാവിൽ നിന്ന് അകന്നു പോവുക ചെയ്യുന്നു. നമ്മൾ ഓർക്കണം, പിതാവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അധികം ഫലം ഉണ്ടാകുന്നു. പിതാവ് തോട്ടക്കാരനാണ്. പിതാവ് വചനം കൊണ്ട് നമ്മളെ എപ്പോഴും ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏറ്റവും ഫലം ഉണ്ടാകാനായിട്ട് യേശുവിന് അത് ഏറ്റവും ആഗ്രഹമാണ്. യേശുവിൽ വസിക്കുമ്പോൾ, യേശുവിൻ്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ അധികം ഫലം കായ്ക്കുന്നു, അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പക്ഷെ ചിലപ്പോൾ
ആ ശിഖരങ്ങൾ, ആ ബ്രാഞ്ചസിൽ ഒത്തിരി ഫ്രൂട്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ വിചാരം, ആ എനിക്ക് ഒത്തിരി ഫ്രൂട്ട്, മുടിയനായ പുത്രനും ഇത് തന്നെ സംഭവിച്ചു. ശരിക്കും ആ പിതാവിനോടുകൂടി നിന്നപ്പോഴത്തേക്ക് അവൻ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അനുഗ്രഹങ്ങൾ അവനപ്പം പറഞ്ഞില്ല, എനിക്കിവിടെ നിന്ന് പോകണം, ഇതൊന്നും എനിക്ക് പറ്റിയാൽ എൻ്റെ ഷെയറിങ് തന്നെ ഞാൻ പോകാമെന്ന്. പിന്നെ പിതാവ് പറയുന്നുണ്ട് അവൻ അന്നേരം മരിച്ചു എന്ന് പറയുന്നുണ്ട്. അവൻ മരിച്ചു. കാര്യം അവന് അവിടെ നിൽക്കുമ്പോഴായിരുന്നു അവന് ജീവനുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യും. മുടിയനായ പുത്രനും അത് തന്നെ ചെയ്ത്. അവൻ പോയി വേറൊരു നാട്ടിൽ പോയി അടിച്ച് പൊളിക്കുമായിരുന്നു ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ. പക്ഷെ പിതാവ് പറഞ്ഞ് അവൻ മരിച്ചുപോയി. അവൻ പിന്നെ അവന് താഴോട്ടുള്ള പോക്കാണ്. പക്ഷെ ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല ഇവൻ മരിച്ചവനാണെന്നുള്ള, ആർക്കും മനസ്സിലാകുന്നില്ല. പുറമേ നോക്കിക്കഴിഞ്ഞാൽ അവനെല്ലാം ഉണ്ട്, കാശുണ്ട്, എല്ലാ വേണ്ടാധീനങ്ങളും അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ജീവിതം അടിച്ചു പൊളിക്കുവാണെന്നുള്ള ചിന്താഗതി. പിന്നീടെല്ലാം നഷ്ടപ്പെട്ടു. അവനുണ്ടായിരുന്ന പുതിയ കൂട്ടുകാരൻ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. കാശും എല്ലാം നഷ്ടപ്പെട്ടു. ക്ഷാമം വന്നു. അവന് ഒരു യഹൂദൻ എന്നുള്ള രീതിയിൽ പന്നി അവർക്ക് നിഷിദ്ധമാണ്. പന്നിക്കൂട്ടത്തെ മേയ്ക്കാനായിട്ട് അവനെ വിട്ടു. എന്നിട്ട് ആ പന്നി കഴിക്കുന്ന ആഹാരം പോലും അവന് എന്താ പറയുന്നത്, അതുപോലെ ആരും കൊടുത്തില്ല. അന്നേരം അവന് ബോധമുണ്ടായി, ദൈവമേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ ജോലിക്കാരൻ, അവർ പന്നിക്കുള്ള ആഹാരമല്ല കഴിക്കും, അവർ നല്ല ഒന്നാന്തരം ഫുഡ് കഴിക്കും, അതുപോലും എന്തുമാത്രം അധികം വരും. പിതാവിൻ്റെ അവിടുത്തെ കൂലിക്കാരൻ, ഞാൻ തിരിച്ചു പോവാം, എൻ്റെ പിതാവിൻ്റെ മോനായിട്ട് ചിലപ്പോൾ എന്നെ സ്വീകരിക്കത്തില്ലായിരിക്കും. അവനങ്ങ് സ്വയം പറയാം, ഞാനങ്ങ് പറയാൻ പോവാം, എന്നെ ഇനി ഞാൻ മോനെന്ന് പറയാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ ഒരു ജോലിക്കാരനായിട്ട് ഇവിടെ നിന്നോട്ടെ എന്ന് പറയാനായിട്ട് അവൻ തിരിച്ച് നടക്കുക. അപ്പോൾ അവൻ ആ തിരിച്ച് നടക്കുമ്പോഴത്തേക്ക് അപ്പൻ ദൂരേനെ കാണും. അപ്പൻ ഒരു പക്ഷെ എന്നും നോക്കിയിരിക്കുമായിരുന്നായിരിക്കും അവൻ തിരിച്ചു വരാനായിട്ട്. അപ്പോൾ അവനെ ദൂരേന്ന് കണ്ടു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ജോലിക്കാരനോ കൂലിക്കാരനോ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കൂലിയായിട്ടല്ല ദൈവം അനുഗ്രഹം തരുന്നത്, നമ്മൾ മക്കളായതുകൊണ്ട്. അത് നമ്മൾ യേശുവിലൂടെ നമ്മളെ പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നമുക്ക് തന്നേക്കുന്നത്. നമ്മളെ കാണുന്ന മക്കളായിട്ട് ദൂരേനെ കണ്ടു. അപ്പൻ ഓടിച്ചു. പന്നിക്കൂട്ടത്തിൽ നിന്ന് അവൻ വരിക, നാറി വരിക. അവനെ പൊക്കിയെടുത്ത് ഉമ്മ വെച്ച്. അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, അപ്പച്ചാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും ഞാൻ അങ്ങയോട് ഞാൻ പാപം ചെയ്തു. മോനെന്ന് വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല. കാര്യം അവകാശമെല്ലാം കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞ ആളാണ്. ഒരു യോഗ്യതയില്ല, നമുക്കും ഒരു യോഗ്യതയില്ല. പക്ഷെ കൃപയാലെ നമ്മളെ മക്കളാക്കി ദൈവം മാറ്റുക ചെയ്യുന്നത്. അപ്പൻ അവനെ ബാക്കി പറയാൻ സമ്മതിച്ചില്ല. ബാക്കി എന്നാ പറയാൻ വന്നേ, ഞാൻ ഒരു കൂലിക്കാരനായിട്ട് നിന്നോട്ടെ, അത് പറയാൻ സമ്മതിച്ചില്ല. അപ്പൻ അവിടെയുള്ള ജോലിക്കാരെ വിളിച്ചു. അവന് ഏറ്റവും നല്ല ഡ്രസ്സ് ഇടിപ്പിക്കുക, അവൻ്റെ ഷൂസ് മാറ്റുക, നല്ല ഷൂസിൽ അവൻ്റെ മോതിരം, അതായത് അവന് അതോറിറ്റി, അവനെ മകനായിട്ട് തന്നെ തിരിച്ചു കയറ്റും, ജോലിക്കാരനായിട്ടല്ല. നമ്മൾ വഴിമാറി നടക്കുവാണെങ്കിൽ നമ്മളവിടെ ആ ജീവിതം നശിപ്പിച്ച് കളയല്ല. തിരിച്ച് നമ്മൾ ചുവട് വെക്കുമ്പോഴത്തേക്ക് നമ്മളെ ഓടി വന്ന് പോക്കിയെടുത്ത് ഉമ്മ വെക്കുന്ന ഒരു അപ്പച്ചനാണ്. നമുക്കൊരു ദോഷവും വരുത്തുന്ന ഒരു അപ്പച്ചനല്ല, ഒരു ദോഷവും വരുത്തത്തില്ല. നമ്മളായിട്ട് ദോഷങ്ങൾ തിരഞ്ഞെടുക്കരുത്, അത് മരണത്തിലേക്കുള്ള പോക്ക്. എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് ഫലം ഉണ്ടാകില്ല, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നാണ്. ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവ് അത്രേ ജീവിപ്പിക്കുന്നു. നമ്മൾ ആത്മാവിൽ നിന്നാണ് ജീവിക്കുന്നത്. ആ അപ്പൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് അവനാ ബ്ലെസ്സിങ്സ് ഉണ്ടാകും. അപ്പൻ്റെ അടുത്തൊന്ന് മാറി നടക്കുമ്പോൾ, അപ്പനെ സംശയിക്കുമ്പോൾ, അപ്പൻ അവൻ്റെ സന്തോഷത്തിനെതിരാന്നൊക്കെ കാണുമ്പോൾ മാറി നടക്കാൻ തോന്നും. പക്ഷെ അവിടെ വെച്ച് മരണം സംഭവിച്ചു കഴിഞ്ഞു, മരിച്ചുകൊണ്ടേയിരിക്കുക. അതിൽ നിന്ന് തിരിഞ്ഞ് നടക്കുക, ജീവനിലേക്ക് വരിക. ഈ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചിലപ്പം നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ അപ്പൻ്റെ ആ ഹൃദയത്തെ നമ്മൾ ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൻ ഏറ്റവും നന്മകൾ മാത്രമേ നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുള്ളൂ, നന്മകൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ്.
ഒരിക്കലും അതിന് താമസം വരുത്തത്തില്ല. നമ്മളത് വിശ്വസിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. നമുക്ക് ദൈവം വചനം തന്നിട്ടുണ്ട്, വചനത്തിലുള്ള പ്രോമിസസ് തന്നിട്ടുണ്ട്. ഇപ്പം രോഗസൗഖ്യമാണെങ്കിലും ഇപ്പം ജോലിയുടെ ആവശ്യമാണെങ്കിലും എല്ലാം തന്നെ ദൈവം അത് വചനത്തിലൂടെ അത് പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യം. പക്ഷെ അത് നമ്മൾ റിസീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലൂടെയാണ്. നമ്മളവിടെ സംശയിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളത്, അതുകൊണ്ടാണ് കർത്താവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വിചാരപ്പെടുമ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. നമ്മൾ ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടരുത്. അങ്ങനെ ഓവർ ആങ്ഷ്യസ് ആവില്ല. ഓവർ ആങ്ഷ്യസ് ആകുമ്പോൾ വെറി ചെയ്യുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ദ എനിമി ഡെവിളിന് നമ്മൾ പവർ കൊടുക്കുക ചെയ്യും. അതുകൊണ്ടാണ് മാമോനെയും ദൈവത്തെയും നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റില്ല, സേവിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ സ്നേഹിക്കുകയും മറ്റേതിനെ വെറുക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് മാമോനെ സേവിക്കുന്നത്? മാമോനെ സേവിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്, പ്രൈസ് ആൻഡ് വേർഷിപ്പും ആരാധനയൊക്കെ നടത്തി അങ്ങനൊന്നുമല്ല. മാമോനെ വേർഷിപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മൾ കാശിനെ കുറിച്ച് പറയുന്നത്, എന്ത് തിന്നും, എന്ത് ഉടുക്കും, എന്ത് കഴിക്കും എന്നൊക്കെ ഉള്ളവർക്ക് വിഷമിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മണി ഗോഡിനെ നമ്മൾ സെർവ് ചെയ്യുക. നമ്മൾ മണി ഗോഡിനെ ലവ് ചെയ്തിട്ട് ദൈവത്തെ നമ്മൾ ഹെയ്റ്റ് ചെയ്യുക ചെയ്യും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും ആങ്ഷ്യസ് ആകരുത്. നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നതിന്, ദൈവത്തോട് സംസാരിക്കുന്നതിന്, നമ്മുടെ അപ്പച്ചന് വേണ്ടി സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല, ഒരാളുടെ ആവശ്യമില്ല. നമുക്ക് ഏറ്റവും നല്ലത് മാത്രം ആഗ്രഹിക്കും. നമ്മളൊരു കാര്യം, ഞാൻ എൻ്റെ മക്കളുടെ കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവരൊരു ആഗ്രഹം അവരുടെ മനസ്സിൽ പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പുറമെ പറയുമ്പോഴത്തേക്ക് പിന്നെ എൻ്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ, ഏറ്റവും നല്ലത് അവർക്ക് എങ്ങനെ കൊടുക്കണം. അവർക്ക് ദോഷമായിട്ടുള്ളതാണെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല. നല്ലതാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് എത്രയും പെട്ടെന്ന് മേടിച്ചു കൊടുക്കണം എന്നുള്ളത് ആഗ്രഹമുള്ളത് അപ്പനാ ഞാൻ. എന്നെക്കാളും എത്രയോ നല്ല അപ്പനാണ് നമുക്കുള്ളത്. നമുക്കൊരു ആഗ്രഹം തോന്നുന്നതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ആവശ്യമെന്ന് അറിഞ്ഞ് നമുക്ക് വേണ്ടി തരുന്ന ദൈവം. നമ്മൾ പാപികളായിരിക്കെ 2000 വർഷം മുമ്പേ തന്നെ പാപ പരിഹാരം തന്ന ദൈവം. ആദാമിനെ ഹവ്വയെ ഉണ്ടാക്കുന്നതിന് മുമ്പേ അവർ എത്ര നാൾ ജീവിച്ചാൽ, എത്ര തലമുറകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആണ് അവരെ ഉണ്ടാക്കുന്നത്. നമുക്കൊരാവശ്യം വരുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് നമുക്കവിടെ ദൈവം സപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കും. നമ്മൾ ഒരിക്കലും ഡൗട്ട് ചെയ്യരുത്. നമ്മൾ ഡൗട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഈവിൾ ഹാർട്ട് ഓഫ് അൺബിലീഫ് എന്ന് പറയും. അത് ദൈവത്തെ വിഷമിപ്പിക്കുന്ന കാര്യം, ദൈവത്തെ ഗ്രീവ് ചെയ്യുന്ന കാര്യം. ഈ പ്രോമിസസ് എല്ലാം നമുക്ക് റിസീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെൻ വി ഹാവ് ഫെയ്ത്ത്. ഫെയ്ത്ത് ഇസ് ദ കീ ബൈ വിച്ച് വി ആക്സസ് ഗ്രേസ്. റോമർ 5:2. കൃപയാൽ ദൈവം തന്നേക്കുന്നതല്ല, നമ്മൾ അർഹിക്കാത്ത നന്മകൾ. നമ്മൾ മക്കളായോണ്ടാണ്. നമ്മൾ കൂലിക്കാരോ അങ്ങനൊന്നുമല്ല, നമ്മൾ മക്കളാണ്. മക്കൾക്ക് അപ്പൻ തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് തരുന്നതെന്ന് പറഞ്ഞാൽ മക്കളാക്കിയതുപോലും കൃപയാൽ. ആ കൃപയാലുള്ള അനുഗ്രഹങ്ങളും എല്ലാം തന്നെ, ആ സമൃദ്ധമായ ജീവനും എല്ലാം ലഭിക്കുന്നത് തന്നെ വിശ്വാസത്താലാണ്. അവിടെ വിശ്വാസത്തിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മളത് ഡൗട്ട് ചെയ്യുക. ഞാൻ ചെയ്ത പോലെ വളഞ്ഞ വഴികളെടുക്കുക, നമ്മളത് സംശയിക്കുക ചെയ്യും. അവിടെ സംശയിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള അനുഗ്രഹങ്ങൾ അവിടെ തടസ്സപ്പെടുത്തുക ചെയ്യും. അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തുക മാത്രമല്ല, അനുഗ്രഹങ്ങൾ ഇല്ലാതാക്കാം, ശാപങ്ങൾ വരുത്തുകയും ചെയ്യും. നമ്മുടെ ഈ വിശ്വാസം, സംശയം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ചിന്തകളും പ്രാർത്ഥനകളും എല്ലാം വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയായിരിക്കും. നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. എപ്പോഴാണ്? പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിച്ചതൊക്കെയും നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. ലഭിച്ചു കഴിഞ്ഞു. നമ്മളവിടെ സംശയിക്കേണ്ട കാര്യമില്ല. ഹന്നയുടെ കഥ അറിയാം. ഹന്ന പ്രാർത്ഥിച്ചു, ഭയങ്കര വിഷമത്തോടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഏലി പറഞ്ഞു, അടുത്ത വർഷം നിനക്ക് കുഞ്ഞുണ്ടാവും. പിന്നെ ഹന്ന അവിടെ വിഷമിച്ചില്ല എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം, നമ്മുടെ
വിശ്വാസത്തിൻ്റെ ആ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തിന് അത് പ്ലീസിങ് ആണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്ലീസ് ചെയ്യാൻ പറ്റത്തില്ല. ജഡിക മനസ്സുള്ളവർക്ക് ദൈവത്തെ പ്ലീസ് ചെയ്യാൻ പറ്റത്തില്ല. ജഡ മനസ്സുള്ളവരെന്ന് പറയുന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ആത്മമാനസം, സ്പിരിച്വലി മൈൻഡഡ്നെസ് ഇസ് ലൈഫ് വിത്ത് ഓൾ ഇറ്റ്സ് ഫുൾനെസ് ആൻഡ് പീസ്. കാർണൽ മൈൻഡഡ്നെസ്, ജഡ മനസ്സെന്ന് പറയുന്നത് അത് മരണമാണ്. മുടിയനായ പുത്രൻ്റെ കാര്യം പറഞ്ഞത് ജഡ മനസ്സാകുമ്പോഴത്തേക്ക് അവിടെ മരണം സംഭവിച്ചു. പിതാവിനോട് ചേർന്നിരിക്കുക, പിതാവിനെ വിശ്വസിക്കുക, സകല അനുഗ്രഹം, സകല ഏറ്റവും നല്ലതായിട്ട് ഫലങ്ങളുണ്ടാകട്ടെ. സാക്ഷാൽ മുന്തിരിവള്ളിയുടെ അനുഭവം, മുന്തിരിവള്ളിയോട് ചേർന്ന് വചനമുള്ളിലും ആ കർത്താവിൽ വസിക്കുകയും ചെയ്യുമ്പോൾ അധികം ഫലം കായ്ക്കും. അങ്ങനെ പിതാവ് മാറ്റമെടുക്കും, പിതാവിനെ മാറ്റപ്പെടുത്തുക. താങ്ക് യു.